ഈസ്റ്റർ ദിന നയതന്ത്രത്തിൽ ബി.ജെ.പിക്കുള്ളിൽ ഭിന്നത. മുൻവർഷങ്ങളിൽ ക്രൈസ്തവ ഭവനങ്ങൾ കയറിയുള്ള സ്നേഹയാത്ര ഇത്തവണയില്ല. സ്പെഷ്യൽ വിസിറ്റിന്റെ ആവശ്യമില്ല എന്നാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിശദീകരണം. വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി മറ്റ് നേതാക്കളും രംഗത്തെത്തി. മുൻ സംസ്ഥാന കമ്മിറ്റി നടത്തി വന്നിരുന്ന സ്നേഹയാത്രയ്ക്ക് പകരമായാണ് ദേവാലയ സന്ദർശനം എന്ന പുതിയ തീരുമാനം ഇപ്പോൾ ആസൂത്രണം ചെയ്തത്. ക്രൈസ്തവ ഭവനങ്ങളിൽ പ്രത്യേക സന്ദർശനം വേണ്ടെന്നും ആഘോഷങ്ങളിൽ പങ്കുചേർന്നാൽ മതിയെന്നും കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമെടുത്തിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാളയം ലൂർദ് ഫെറോന പള്ളിയിലെത്തി പുതിയ തീരുമാനം നടപ്പാക്കി. ഇത് ഞങ്ങൾക്ക് ബി.ജെ.പി പ്രവർത്തകർക്കും ബി.ജെ.പി കേരളത്തിൻ്റെ പാർട്ടിക്കും ഇത് ഞങ്ങളുടെ ഒരു കാലണ്ടറിൽ ഈസ്റ്റർ ഒരു ഹോളി ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ഇത് എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നു. ഇവിടെ വളരെ സന്തോഷം. കാർഡിനൽ ആലഞ്ചേരിനെ കാണാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ ഞാൻ പറയുന്നു. ബി.ജെ.പിയുടെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരം അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ദേവാലയ സന്ദർശനമാണ് നടന്നത്. എന്നാൽ സ്നേഹയാത്രയുടെ കാര്യത്തിൽ ചില മുതിർന്ന ബി.ജെ.പി നേതാക്കളുടെ പ്രതികരണങ്ങൾ സംസ്ഥാന തീരുമാനത്തിൽ നിന്നും വേറിട്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പ്രവർത്തകരുണ്ടല്ലോ, ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള പ്രവർത്തകർ തന്നെ അതിൻ്റെ നേതൃത്വം നൽകി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈസ്റ്റർ ക്രിസ്മസ് ദിനങ്ങളിൽ ബി.ജെ.പിയുടെ പ്രവർത്തകർ അവരുമായിട്ടുള്ള സൗഹൃദം പങ്കിടുന്നുണ്ട്. പാർട്ടി നേതാക്കന്മാർ, പ്രവർത്തകന്മാർ ഈസ്റ്റർ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് പോകണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാസർഗോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കാണാതെ പോയതുകൊണ്ടായിരിക്കും. അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിട്ട് നടത്തപ്പെടുന്നതല്ലേ. മുൻ വർഷങ്ങളിൽ ഈസ്റ്ററിന് 10 ദിവസം മുൻപ് തന്നെ സ്നേഹയാത്ര എന്ന പേരിൽ ബി.ജെ.പിയുടെ ബൂത്ത് തലം മുതലുള്ള നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി സ്നേഹയാത്ര ഇല്ലെന്നത് വാർത്തയായി. ഇതിനു പിന്നാലെയാണ് ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള പാർട്ടിയുടെ നീക്കം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.